ഹലോ. ഇന്നത്തെ വീഡിയോ ഇവിടെ കിച്ചണറിൽ ബിങ്മാൻ സെൻറ്റർ എന്ന് പറഞ്ഞൊരു സ്പോട്ടിൽ ഫാക്ടറി സെയിൽ വെയർഹൗസ് സെയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നൊന്ന് പോയതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് കൊണസ്റ്റോഗയുടെ കൊണസ്റ്റോഗയുടെ ക്യാമ്പസിൻ്റെ കോൺവൊക്കേഷൻ നടക്കുന്ന സ്ഥലമാണ് ഈ ബിങ്മാൻ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ കോളേജ് കഴിഞ്ഞ് ഡയറക്റ്റ് അവിടോട്ട് പോവുക ചെയ്തത്. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് ബസ് സ്റ്റോപ്പ് ഇറങ്ങിയപ്പോൾ തന്നെ കുറേ പിള്ളേരും കുറേ ആൾക്കാരുണ്ടായിരുന്നു അങ്ങോട്ട്. അപ്പോൾ ബസ് ഇറങ്ങി കുറച്ച് ദൂരം നടക്കാനുണ്ടായിരുന്നു. ഇത് സ്റ്റോപ്പിൽ നിന്ന് താഴോട്ട് ഈ കാണുന്ന വഴി കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് നല്ല ഭംഗിയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ നടുക്കായിട്ടാണ് ഈ ഒരു ബിങ്മാൻ സെൻറ്ററിൽ നമ്മൾ കോൺവൊക്കേഷൻ നടക്കുന്ന സ്ഥലമുള്ളത്. അപ്പോൾ റെവ്ലോണിൻ്റെ വെയർഹൗസ് സെയിലും ഇതിനുള്ളിലുണ്ടായിരുന്നു. റെവ്ലോണിൻ്റെ വെയർഹൗസ് സെയിലും പിന്നെ $10 ഷൂ സെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ബാഗ് ഉള്ളിൽ അലൗഡ് ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ എല്ലാവരും പേഴ്സൊക്കെ എടുത്തിട്ട് ബാഗ് വെളിയിൽ വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഫസ്റ്റ് കുറേ ജാക്കറ്റിൻ്റെ സെക്ഷനായിരുന്നു. അപ്പോൾ ഈ ജാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിലക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കങ്ങനെ പേഴ്സണലി തോന്നിയില്ല. എല്ലാം $100 മേലെയൊക്കെ ഉള്ളതായിരുന്നു. ബ്രാൻഡഡൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഉള്ളത് ഈ റെവ്ലോണിൻ്റെ മേക്കപ്പ് ഐറ്റംസ് ആയിരുന്നു. അതെനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് തോന്നി. ബാക്കി ജാക്കറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ബ്രാൻഡഡായിട്ടുണ്ട്, പക്ഷേ വലിയ സെയിലായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഈ കിടക്കുന്നത് $40 ഡ്രസ്സസ്സാണ്. അപ്പോൾ ഇതും പറയുമ്പം $40 ചോദിച്ചാൽ എനിക്ക് അത്ര ക്വാളിറ്റി നല്ലതായിട്ട് തോന്നിയില്ല. ഇതിലും നല്ലത് നമ്മൾ വേറെ മോളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മൾ കാര്യമായിട്ടൊന്നും നോക്കിയില്ല, ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി എല്ലാം ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. $40 മെറ്റീരിയലായിട്ടും ഇങ്ങനെ കാണാനും എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നമ്മൾ അതിൻ്റെ പ്രൈസൊക്കെ ജസ്റ്റ് നോക്കി, അതിൻ്റെ മെറ്റീരിയലൊക്കെ തൊട്ട് നോക്കി. പിന്നെ നമ്മൾ വേറെ ഐറ്റത്തിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. അപ്പോൾ എല്ലാ ഏരിയയും നോക്കി പോകാമെന്ന് വിചാരിച്ചു. ഇത് റെവ്ലോണിൻ്റെ ഈ ഹെയർ സ്ട്രെയിറ്റ്നർ, കേളറ്, ഹെയർ ബ്രഷ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു. ഇത് എനിക്ക് വലിയ കാര്യമായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒന്നും അധികം ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല. ഇത് മേക്കപ്പ് ഐറ്റംസ് ആയിരുന്നു റെവ്ലോണിൻ്റെ തന്നെ. ഇത് അത്യാവശ്യം നല്ലതായിരുന്നു. അപ്പം ലിപ്സ്റ്റിക് ഷെയ്ഡും മസ്കാര, ഐബ്രോ പെൻസിൽ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഹണി റോസ് എന്ന് പറഞ്ഞൊരു ലിപ്സ്റ്റിക് ഷെയ്ഡ് കണ്ടെത്തി. നല്ലൊരു ഷെയ്ഡായിരുന്നു അത്. ഹണി റോസ് എന്നായിരുന്നു എൻ്റെ പേര്. പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും ഈ മസ്കാര വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഞങ്ങളിത് $3 $3 അല്ല 3 എടുത്താൽ $12 കിട്ടുമായിരുന്നു. അപ്പം ഞാനും എൻ്റെ രണ്ട് ഫ്രണ്ട്സും ഞങ്ങൾ 3 എടുത്തു. അപ്പോൾ അത് $12 കിട്ടി. വെറുതെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഹെയർ കളർ എടുത്തിട്ടുണ്ടായിരുന്നു റെവ്ലോണിൻ്റെ തന്നെ. പിന്നെ നമ്മൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ തപ്പി പോയി, ഇങ്ങനെ നല്ല ഓഫറുള്ള എന്തെങ്കിലും ഉണ്ടോയെന്ന് അങ്ങനെ നോക്കി പോയപ്പം ഇത് പിള്ളേരുടെ സെക്ഷനാണ്. കുറേ ബുക്സും ടോയ്സ് അങ്ങനത്തെ ഐറ്റംസ്, കളറിങ് ബുക്സ് അതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൈസ് ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സെയിൽ തന്നെയാണ്. അപ്പം കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് $3, $4, $5 ആണ്. 3 എടുത്താൽ $5 കിട്ടും. കുറേ ബോക്സ് ഉണ്ടെങ്കിൽ എല്ലാം ഓൾമോസ്റ്റ് സെയിം കളേഴ്സായിരുന്നു. അതിനകത്ത് പാദ്യം തുറന്നിട്ടും ആകെപ്പാടെ വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ ചെക്കൗട്ട് ചെയ്യാനും. ഇത് ജെൻസിൻ്റെ ജാക്കറ്റ്സ് ആയിരുന്നു. അതും അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി കാണിച്ചതാണ്. പിന്നെ ഞങ്ങൾ ഇത് കഴിഞ്ഞ് നേരെ $10 ഷൂ സെയിൽ നോക്കാൻ വേണ്ടി പോയി. ഇത് വേറൊരു ഹോളിലും ആ $10 അടുത്ത ഹോളിലും ആയിരുന്നു. അപ്പോൾ കുറച്ചങ്ങോട്ട് നടന്നു പോകണമായിരുന്നു. അപ്പോൾ അവിടെ ഷൂസും പിന്നെ ബാഗ്സ്, പിന്നെ ടീഷർട്ട്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാത്തിനും $10 ആയിരുന്നു. അപ്പം ഇങ്ങനത്തെ ഫ്രണ്ടിലോട്ട് ഇടുന്ന കുറേ ബാഗ്സ്, അതിന് എന്താ പറയുകയെന്ന് എനിക്കറിയില്ല, ഫ്രണ്ടിലോട്ട് ഇടാൻ പറ്റിയ ചെറിയ ബാഗ്സ്. ഇത് ഞാൻ എടുത്ത ബാഗാണ്. ഞാനും എൻ്റെ ഫ്രണ്ടും എടുത്തു. $10 ആയിരുന്നു. അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ വെക്കാമായിരുന്നു. പിന്നെ ആ ക്രോക്സും ഞാൻ എടുത്തതാണ്. പിന്നെ വേറെ കുറേ ഷൂകളൊക്കെ ഇങ്ങനെ തപ്പിപ്പോയി. കുറേ ആൾക്കാർ കാർട്ട് നിറയെ ഷൂസും ചെരുപ്പും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഈ ടീഷർട്ട്സ് ആണെങ്കിലും $10 ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ $10 ഒന്നും ഇല്ല. ടീഷർട്ട്സ് ഇതിലും കുറവായിട്ടുള്ളതൊക്കെ അങ്ങനെയല്ല, അത് കാണാൻ വലിയ ക്വാളിറ്റി ഇല്ല. തൊട്ട് നോക്കുമ്പോൾ ആണെങ്കിലും വലിയ ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങുകയാണ്.
അപ്പോൾ ബസ് കുറച്ച് ടൈം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോയി ഇരിക്കാമെന്ന് വിചാരിച്ച് ഇരിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു സ്പോട്ട് തപ്പി ഇറങ്ങിയത്. അപ്പോൾ ഇവിടെയൊക്കെ ഇരിക്കാം, പക്ഷെ നമ്മൾ കുറച്ച് വിശാലമായി ഇരിക്കാമെന്നുള്ള രീതിയിൽ മുന്നോട്ട് കുറേ നടന്നു. അപ്പോൾ നടന്നപ്പോൾ കാണാൻ കുറേ നല്ല സ്ഥലങ്ങളുണ്ട്. നല്ല പച്ചപ്പും ഹരിതാപവും ഒക്കെ ആയിരുന്നു ചുറ്റും. പിന്നെ നമ്മൾ മുന്നോട്ട് നടന്ന് പോയപ്പോൾ ഇങ്ങനെ കുറേ ബെഞ്ചസൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ മാരേജസ് നടക്കുന്ന ഒരു സ്പോട്ടാണിത്. അവിടെ മാരേജസ് നടക്കുന്ന എൻ്റെ കൂടെ വന്നൊരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രിസ്ത്യൻ വെഡ്ഡിങ്സൊക്കെ. അപ്പോൾ അത് കണ്ടു. പിന്നെ അതിൻ്റെ അപ്പുറം ഇങ്ങനെ ഒരു വെള്ളം ഫൗണ്ടെയിനൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറേ നേരം പോയി നിന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമായിരുന്നു ആ ഒരു ക്ലൈമറ്റിൽ. അവിടെ അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പം വെറുതെ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈ പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്ക് പോലൊക്കെ ഉണ്ട്. ആ ഏരിയ പിള്ളേർക്ക് പോകാനും, പിള്ളേർക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു അവിടെ പാസ് എടുത്ത് നമുക്ക് പോകാൻ പറ്റും. അങ്ങനൊരു ഏരിയയാണ്. പക്ഷേ നമ്മളങ്ങോട്ട് അലൗഡ് അല്ല, നമ്മൾ പാസ് എടുത്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇത് ഗോൾഫ് എൻട്രൻസ് ആണ്, ഗോൾഫ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള. അവിടെ നമുക്ക് എൻട്രി ഇല്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറത്ത് വെറുതെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ സാധനങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളൊക്കെ വാങ്ങിയതൊക്കെ കാണിച്ചുകൊണ്ട് എന്തൊക്കെയാണ് വാങ്ങിയതെന്നൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരാൾ $100 വരെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവളെന്താ എനിക്ക് എങ്ങനെ ഇതൊക്കെ കണ്ടെത്തിയെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ കുറേ തപ്പിയൊന്നും ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടില്ല. പക്ഷേ അവളെല്ലാം കറക്റ്റായിട്ട് തപ്പി പിടിച്ച് $100 സാധനങ്ങൾ വാങ്ങി. പിന്നെ ഞങ്ങളിത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. നമ്മൾ മാത്രമല്ല, കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ഗോ ട്രെയിൻ കണ്ട് പിന്നെ നമ്മൾ ബസ് കയറി ഇടത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബസ് സ്റ്റോപ്പ് മാറി നമ്മൾ ഇറങ്ങി. അപ്പോൾ അവിടെ വെച്ച് കണ്ടൊരു ബിൽഡിങ്ങാണിത്, എല്ലാം തട്ടിപ്പൊട്ടിച്ച് വെച്ചേക്കുന്നത്. ഇത് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഞാൻ പഞ്ചതാര എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അവിടെ വെച്ച് വീഡിയോ എടുക്കാൻ നോക്കിയാണ്, പക്ഷെ നടന്നില്ല, എന്തൊക്കെയോ ആയിപ്പോയി. ഇത് സ്വീറ്റ്സ് കാണിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചതാണ്. അവിടെ കുറേ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ പാനിപൂരിയുടെ ഒരു ട്രേ പോലെ അതുണ്ടായിരുന്നു. നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു, നല്ല ഫുഡും ആയിരുന്നു. അതുപോലെ എനിക്കറിയില്ല ഇനി വിശന്ന് കഴിച്ചുകൊണ്ടാണോ, ആംബിയൻസും നല്ലതായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാവരും അവരവരുടെ വീട്ടിൽ പോയി. അന്നത്തെ ഡേ കഴിഞ്ഞ് എല്ലാവരും സ്വസ്ഥമായിട്ട് ഉറങ്ങി.